സൂപ്പർ താരം മുഹമ്മദ് സലീം അടുത്ത സീസണിലും നിലനിർത്താമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ലിവർപൂൾ. പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ മുഹമ്മദ് സല അടുത്തെത്തിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സീസൺ അവസാനത്തോടെ കരാർ അവസാനിക്കുന്ന 32-കാരനായ മുന്നേറ്റ താരം 2017 ലിവർപൂളിൽ ചേർന്നത് മുതൽ ടീമിന്റെ വിജയങ്ങളുടെ ഒരു പ്രധാന വ്യക്തിത്വമാണ്. സഹതാരങ്ങളായ വിർജിൻ വാൻഡിച്ചിക്കും പുതിയ കരാർ ഒപ്പുവെക്കുമെന്നാണ് സൂചനകൾ. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് പക്ഷെ ലിവർപൂൾ വിടും. ഈ സീസണിൽ 27 ഗോളുകളുമായി പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോററാണ് സല. റെഡ്സിനായി 394 മത്സരങ്ങളിൽ നിന്ന് 243 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. സൗദി അറേബ്യൻ ക്ലബ്ബുകളിൽ നിന്ന് താല്പര്യം ഉണ്ടായിട്ടും 2 തവണ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാണ് ആൻഫീൽഡിൽ തുടരാനുള്ള ആഗ്രഹം ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കരാർ ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലെങ്കിൽ സലയും മാൻഡിക്കും ക്ലബിൽ തുടരാൻ സമ്മതിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലെ ബേസൽ ടീമിനൊപ്പം ചേർന്നു. ആദ്യ സീസണിൽ തന്നെ ലീഗ് കിരീടം നേടാൻ സഹായിക്കുകയും സാഫ് ഗോൾഡൻ പ്ലെയർ അവാർഡ് നേടുകയും ചെയ്തു. സലയുടെ പ്രകടനങ്ങൾ പിന്നീട് പ്രീമിയർ ലീഗ് ടീമായ ചെൽസിയെ ആകർഷിച്ചു. 2014 അദ്ദേഹം 11 ദശലക്ഷം പൗണ്ട് ഫീസിന് ക്ലബിൽ ചേർന്നു. എന്നാൽ ആദ്യ സീസണിൽ സലയുടെ സേവനം അവർ പ്രയോജനപ്പെടുത്തിയില്ല. ഇറ്റാലിയൻ സീരി ക്ലബുകളായ ഫിയോറിറ്റേന, റോമ എന്നിവർക്ക് വായ്പ എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഒടുവിൽ റോമ 15 ദശലക്ഷം രൂപയ്ക്ക് സലയുമായി കരാർ ഒപ്പിട്ടു. മുഹമ്മദ് സലയുടെ സ്ഥിരതയുള്ള പ്രകടനം റോമയെ 2017 പോയിന്റ് നിലയിൽ രണ്ടാമതെത്തിച്ചു. ലിവർപൂളുമായി അന്നത്തെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായ 36.9 ദശലക്ഷം പൗണ്ട് കരാറിനെ തുടർന്ന് സല പ്രീമിയർ ലീഗിൽ തിരിച്ചെത്തിയത്. ഇംഗ്ലണ്ടിലേക്കുള്ള രണ്ടാം വരവിൽ അദ്ദേഹം ഒരു വിങ്ങർ എന്ന സ്ഥാനത്ത് നിന്ന് ഒരു പൂർണ്ണ ഫോർവേഡ് എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ടീമിന്റെ കേന്ദ്ര ബിന്ദുവായി തീരുകയും ചെയ്തു. 36 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 32 ഗോളുകൾ നേടി പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സല നേടി. PFA പ്ലേയേഴ്സ് പ്ലെയർ ഓഫ് ദി ഇയർ ഉൾപ്പെടെ നിരവധി വ്യക്തിഗത അംഗീകാരം സലയുടെ പ്രകടനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2018 മികച്ച ഫിഫ മെൻസ് പ്ലെയർ അവാർഡിലും അദ്ദേഹം 3-ാം സ്ഥാനത്തെത്തി. അടുത്ത സീസണിൽ പ്രീമിയർ ലീഗിന്റെ ജോയിന്റ് ടോപ്പ് സ്കോറർ സ്ഥാനം നേടിയ അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടാൻ ക്ലബിനെ സഹായിക്കുകയും ചെയ്തു.